സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെയും സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം കോർപ്പറേഷനും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി ഒരുങ്ങുകയാണ്. നഗരവികസന പദ്ധതികൾ അക്കമിട്ട് പറഞ്ഞും ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചും കോർപ്പറേഷൻ ഭരണം വീണ്ടും ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി. അതേസമയം UDF സർക്കാരിന്റെ ഭരണം ചൂണ്ടിക്കാട്ടിയും പുതിയ രാഷ്ട്രീയ അടവുനയം സ്വീകരിച്ചും എങ്ങനെയും ഭരണം പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് UDFും തുടക്കമിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപാളയത്തിലായിട്ട് കാലങ്ങളേറെയായി. 2010 തെരഞ്ഞെടുപ്പിൽ ആകെയുണ്ടായിരുന്ന 100 സീറ്റുകളിൽ LDF 51 സീറ്റ് നേടി ഭരണം വീണ്ടും ഉറപ്പിക്കുകയായിരുന്നു. അന്ന് 41 വാർഡുകളിൽ CPIM-ഉം 7 വാർഡുകളിൽ CPI-യും വിജയിച്ചു. UDFന് 41-ഉം BJPക്ക് 6 സീറ്റുകളുമാണ് 2010 ലഭിച്ചത്. 2010 മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് നഗരസഭയെ ചുവപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ട് തന്നെ ഇക്കുറി ശക്തമായ പോരാട്ടം നടത്തി സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള പ്രവർത്തനത്തിലാണ് LDF. അതിനായി പുതിയ വാഗ്ദാനങ്ങളും കോർപ്പറേഷൻ നടപ്പാക്കിയ നഗരവികസന പദ്ധതികളും മാലിന്യമുക്ത നഗരപരിപാടികളും ഉൾപ്പെടെ നേട്ടങ്ങൾ അക്കമിട്ട് ഉയർത്തിക്കാട്ടും. ഏറ്റവും ഒരു കോർപ്പറേഷൻ വാർഡിൽ ഈ 5 വർഷക്കാലം കണ്ട് മാത്രമുള്ള തുക പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 7 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മിനിമം ഓരോ വാർഡുകളിൽ നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം വെച്ച് നോക്കുന്ന അവസരത്തിൽ വികസനത്തെ ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംവരണ വാർഡുകളുടെ രൂപം വന്നതോടെ മികവുറ്റ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാകും ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതേസമയം എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് UDF പാളയം രൂപം നൽകുന്നത്. DCC പ്രസിഡന്റ് ഗോപകുമാർ: ഞങ്ങളെ സംബന്ധിച്ചോളം കോർപ്പറേഷൻ പിടിക്കുക, കോർപ്പറേഷൻ ഭരണം കിട്ടുക എന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു വ്യക്തമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ജനങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന അവസ്ഥയാണ്. 6 സീറ്റ് എന്നത് ഉയർത്താൻ BJPയും നീക്കം തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇക്കുറി ശക്തമായിട്ടുള്ള മത്സരമായിരിക്കും ഈ കോർപ്പറേഷനിൽ നടക്കുക. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരുമാൻ.